25 വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കിയെ സ്വന്തമാക്കിയൊരു പേര് കുടിയേറ്റ ഭൂമിയിലേക്ക് കടന്നു വന്ന് ഈ കുടിയേറ്റ മണ്ണിൻ്റെ ഭാഗമായി ഈ കുടിയേറ്റ ജനതയുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അതിന് പരിഹാരം തേടിക്കൊണ്ടിരിക്കുന്ന ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു ജുബിലേറിയനായ മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ഷെക്കന ന്യൂസുമായി പങ്കുവയ്ക്കുന്നു. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സ്വാഗതം ഷെക്കന ന്യൂസിലേക്ക്. ഇടുക്കി ഇന്ന് അങ്ങ് വരുമ്പോൾ തൊട്ട് ഏറെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന കുടിയേറ്റ ജനതയുടെ ഒരു നാടായിരുന്നു. 25 വർഷം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഒരു പുരുഷായുസിൻ്റെ പകുതിയായി 25 വർഷം ജനപ്രതിയായിരുന്ന അങ്ങ് ഏറെ വികസനങ്ങൾ ചെയ്തിട്ടില്ല എന്നൊരു വിഭാഗം പറയുന്നു. എങ്ങനെയാണ് അന്നത്തെ ഇടുക്കിയും ഇന്നത്തെ ഇടുക്കിയും അങ്ങ് തന്നെ നോക്കിക്കാണുന്നത്? ഏറ്റവും നമുക്ക് സന്തോഷം നൽകുന്നൊരു കാര്യം ഇപ്പം ജോൺസൺ പറഞ്ഞു തന്നെയാണ്. അന്ന് വന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്ന ഈ സ്ഥലത്ത് വാഹനങ്ങൾ എത്തിപ്പെടാൻ പോലും പറ്റില്ലായിരുന്നു. ജീപ്പുകളിലെത്താൻ പറ്റിയില്ലായിരുന്നു. അതായിരുന്നു ഒരു ഘട്ടം. വെൺമണി വരെ പോവുക എന്ന് പറയുന്നത് ദുഷ്കരമായൊരു കാര്യമാണ്. പടിയിലിക്കണ്ടം വരെയേ റോഡുള്ളൂ. പടിയിലിക്കണ്ടം വരെ ഉണ്ടായിരുന്ന റോഡും അത്ര യാത്രായോഗ്യമല്ല. അപ്പോൾ തള്ളക്കാനം മുതൽ പഴയരി വരെയുള്ള റോഡ് തീരണമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തെ ഈ നാട്ടിലെ ആൾക്കാരുടെ ആവശ്യം. വെൺമണി എന്നുള്ളത് അവർ ആ ഘട്ടത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ താൽക്കാലികമായ ചില വണ്ടികളും സർവീസും ഒക്കെ പഴയരി വരെ വരുന്ന സ്ഥിതിവിശേഷം അത് മുടങ്ങിപ്പോകുന്നത് കൊണ്ട് ആ റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗതയോഗ്യമാക്കണം. ഇതിനപ്പുറത്തോട്ട് പോരുന്ന വഴിക്ക് കാണുന്നത് വലിയ പാറക്കൂറ്റുകളാണ്. അതിനിടയിലൂടെ ഇങ്ങനെ നടന്നു പോരാനും ചെറിയ ജീപ്പുകളൊക്കെ കടന്നു പോകും എന്നുള്ളതിനപ്പുറത്തോട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ കാലത്തിൻ്റെയൊക്കെ ഒരു മാറ്റം ഇന്ന് ദർശിക്കുമ്പോൾ സ്വാഭാവികമായി ഏതൊരു മനുഷ്യന് സന്തോഷമുണ്ടാവും. ഞാൻ ഓർക്കുന്ന ഒന്ന് പലരും വലിയ വിഷമഭാരത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കാലങ്ങൾക്ക് മുമ്പോടെ കുടിയേറി വന്നു. പക്ഷേ അതിൻ്റേതായ യാതൊരു മെച്ചവും ഇല്ലെന്ന് മാത്രമല്ല, പെൺകുട്ടികളെ കെട്ടിച്ചയക്കാൻ പോലും പറ്റുന്നില്ല. കാര്യം ആരും വരുന്നില്ല, ഭൂമിക്ക് വിലയില്ല. ഇതൊക്കെ വലിയൊരു ദുഃഖഭാരത്തോടുകൂടി പറഞ്ഞ അന്നത്തെ കാരണം വരെ നോക്കുന്നുണ്ട്. അതൊക്കെ അന്ന് ഒരു കണക്കിന് സത്യമായിരുന്നു. അന്നിവിടെ വികാരിയച്ഛനായിരുന്നത് പാപ്പാടി അച്ഛനാണ്. മരിച്ചുപോയി പാപ്പാടി അച്ഛനാണ്. ഞാനിവിടെ നടന്ന് വന്ന് വെൺമണി വന്നപ്പോൾ അച്ഛൻ എന്തെന്ന് അന്വേഷിച്ചു. അച്ഛൻ പറഞ്ഞ ബെഞ്ചിരിപ്പിനെ പോയിരിക്കുക. ഞാനിങ്ങനെ മല കയറി ഒരു കുഞ്ഞിൻ്റെ ചെടി മുകളിൽ കയറിപ്പോയി അച്ഛനെ കാണുന്നതിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനും പറഞ്ഞൊരു കാര്യം, കഴിയുന്ന പോലെ കുറേശ്ശെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കണം. അത്ര എളുപ്പമല്ലെന്നറിയാം. ആ സ്വാഭാവിക വിഷയത്തോട് യോജിച്ചവരായിരുന്നു അന്നത്തെ പൊതുസമൂഹം. എന്നാൽ പഴയരി വരെയുള്ള ഭാഗം അന്ന് ഒരു വാർഫൂട്ട് ബേസ് ചെയ്തെടുത്ത് യുദ്ധകാലടിസ്ഥാനത്തിൽ 125 ടിപ്പറും JCB റോഡ് റോളറെല്ലാമായിട്ട് ഒരു ചെറിയ മഴയുള്ള സമയം ഞാൻ ഓർക്കും. തള്ളക്കാലത്ത് അരിച്ചുകൂട്ടി ജനം കാണേണ്ടത് ആ റോഡ് പണി ആരംഭിച്ചതിൻ്റെ ഉന്മേഷം. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ ഘട്ടം ഘട്ടമായി ഈ റോഡ് പഴയരിയിൽ നിന്ന് വെൺമണിയിലേക്ക് തീർക്കുക. ബ്ലാത്തിക്കോൽ വരെ പോകണം. ബ്ലാത്തി വരെ നിന്ന് വണ്ടി വരുന്നുണ്ട്. ബ്ലാത്തി വരെയുള്ള ഭാഗം തൊടുപുഴ നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗമാണ്. ബ്ലാത്തിൽ നിന്ന് മുകളിലേക്കാണ് ഇടുക്കി നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളുള്ളത്. ഏറെ താമസിക്കാതെ ആ റോഡ് നമുക്ക് പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞു. വണ്ടികൾ ഓടിത്തുടങ്ങി. ധാരാളം വണ്ടികൾ താഴെ നിന്ന് കയറി വന്നു തുടങ്ങി. ഇതൊക്കെ വലിയ മാറ്റങ്ങളെയാണ് സത്യത്തിൽ കാണിക്കുന്നത്. ഇന്നിപ്പോൾ ഈ റോഡ് ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ BMBC നിലവാരമുള്ള റോഡായിട്ട് മാറുന്ന 52 കോടി രൂപ മുടക്കി അതിൻ്റെ പണികൾ ആരംഭിച്ച് മുന്നേറുന്നതിനൊക്കെയാണ്. ഏറിയ ഒരു മാസം നമ്മൾ സാധാരണ കാണുന്ന നല്ല നിലവാരമുള്ള റോഡായിട്ട് റോഡ് മാറുക. ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്താ? ഒരുപക്ഷേ കഞ്ഞിക്കുഴി പഞ്ചായത്താണ് അസൗകര്യങ്ങൾക്കിടയിൽ ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നെങ്കിലും ഇന്ന കാര്യത്തിൽ മറ്റ് പഞ്ചായത്തുകളുമായി താതാത്മ്യപ്പെടുത്തുമ്പോൾ കുറേ കൂടി മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് വന്നു. കാര്യം അവർക്ക് പെട്ടെന്ന് തൊടുപുഴയ്ക്കൊരു ആക്സസ്സായി ഇടുക്കിയിലേക്കും വരാം, കട്ടപ്പനയ്ക്കും പോകാം. ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള റോഡുകൾ, ഗതാഗത മാർഗ്ഗം എല്ലാം രൂപപ്പെട്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു തമാശ ഉണ്ട് ഞാനിവിടെ വന്നപ്പോൾ കേട്ടത്. ഒരു ചേട്ടൻ പറഞ്ഞു, അന്നിങ്ങനെ വരിക്കുമത്തൻ കഴിഞ്ഞ് പോരുന്ന പ്രദേശത്ത് ആ റോഡ് സൈഡിൽ തന്നെയായിരുന്നു വീട്. ഞാനിവിടുന്ന് റോഡൊക്കെ വിറ്റ് സ്ഥലമെല്ലാം വിറ്റ് നേരെ അതിലേക്ക് പോയി. ഇപ്പം എനിക്കൊരാഗ്രഹം തിരിച്ചു വരണമെന്നാണ്. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ വലിയൊരു അഭിമാനം എനിക്കില്ല. അപ്പോൾ അതിനൊക്കെ രാഷ്ട്രീയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ രാഷ്ട്രീയമൊക്കെ ഉണ്ട്. സ്വാഭാവികമായൊരു മുന്നണിയുടെ രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ്, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ മലയോരത്തൊക്കെ കാണേണ്ട ഒരു കാര്യം
രാഷ്ട്രീയം മാത്രം പോരാ. ഇവരുടെ ജീവിത സാഹചര്യങ്ങളും ഇവിടുത്തെ അവസ്ഥയും എല്ലാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നല്ല സ്നേഹമുള്ള മനുഷ്യരുടെ ഒരു വലിയ ശൃംഖലയാണ്. പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഇവിടെ കയറി വന്ന് ജീവിതം ആരംഭിച്ചവരാണ്. അവരന്നും ഒരുപക്ഷെ ചിന്തിച്ചത് അവരുടെ ആയുസ്സിൽ ഒരുപക്ഷെ വലിയൊരു ജീവിതം സുഖകരമാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഭാവിയെക്കുറിച്ച് അവർക്ക് വലിയ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. വരും തലമുറയ്ക്ക് വേണ്ടി ജോലി ചെയ്തവരാണ്. ഈ ജീവിത സുഖസൗകര്യമൊന്നും അനുഭവിക്കാതെ അവർ കടന്നുപോയവരാണ്. ആ ആത്മാക്കൾ ഇന്ന് സത്യത്തിൽ സന്തോഷിക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒരിക്കലും ഇതുപോലെ തന്നെ അത് ഒന്ന് കണക്കാക്കേണ്ടതാണ്. 8 മക്കളുണ്ടായിരുന്നു. അതിൽ മൂന്നാമനായിരുന്നു ഞാൻ. പഠിക്കാൻ തീരെ മോശമല്ലായിരുന്നു. പക്ഷെ എന്നോട് അപ്പം പറഞ്ഞു, നീ ഇങ്ങ് പോരെ. ഞങ്ങൾ ചേട്ടനിമാർ 4 പേര് ഇങ്ങോട്ട് വന്നു. 2 കുട്ടികൾ വീണ്ടും പഠിച്ചു. ഒരുത്തനോട് വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരുവിധം പഠിക്കുമായിരുന്നെങ്കിലും പാതി വഴിക്ക് എൻ്റെ പഠനം നിർത്തേണ്ടി വന്നു. എനിക്കത് വലിയ സങ്കടകരമായിരുന്നു. എങ്കിലും അന്നത്തെ കാലത്ത് അതെല്ലാം മാർഗമില്ലായിരുന്നു. എൻ്റെ കുട്ടികൾ നന്നായിട്ട് പഠിക്കണം, അതാണ് എനിക്ക് ആഗ്രഹം. അപ്പം പറഞ്ഞു, വലിയ സന്തോഷം എനിക്ക്. ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടി ഇന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുക ഒരു സന്തോഷകരമായ പഠിക്കുക. അപ്പം പാതി വഴിക്ക് പഠനം നിർത്തേണ്ടി വന്ന ഒരു രക്ഷിതാവ് അല്ല അന്നത്തെ കാലഘട്ടത്തിൽ ഒരാളുടെ ഒരു ചിറക് അരിഞ്ഞുപോയ ദുഃഖത്തോടു കൂടിയാണ് ഓർത്തെങ്കിലും ഇന്നതിന് സന്തോഷം കിട്ടി ഒരു പുതുതലമുറയിലേക്ക് കടന്നു എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ധാരാളം ജീവിത അനുഭവങ്ങളിലൂടെയും മുമ്പേ ജോൺസൺ പറഞ്ഞ 10-25 വർഷമായി ഇതെല്ലാം കേട്ടും കണ്ടു അറിഞ്ഞും ഇവരിലൊരാളായി ഞാനങ്ങ് മാറി. ദുഃഖത്തിലും സുഖത്തിലും അവരോടൊപ്പം നിന്നു. ഇതിനൊന്നും കണക്ക് പറയുന്നവരല്ല, പരാതിയുള്ളവരല്ല. ഇന്നിപ്പം വെൺമണി വന്നാൽ ഇവിടുന്ന് ടാറിടാത്തൊരു റോഡെ വണ്ടി ഓടിക്കാൻ പറ്റിയല്ല. ഏത് വഴിക്കും പോകാം. ഈ റോഡുകളൊന്നുമില്ല. ഒരു റോഡ് പോലും ചൂണ്ടിക്കാണിച്ചാലും ആർക്കും അറിയില്ല. കരിക്കുമത്തലിലേക്കില്ല, ഇനി എങ്ങോട്ട് ഏത് സ്ഥലത്ത് മക്കുള്ളിലേക്ക് പോയാലില്ല. ഇത് നമുക്കൊരു പ്രധാനപ്പെട്ട മൈലപ്പടിയിലേക്ക് പോയാൽ കാണാൻ പറ്റുകയില്ല, പൊന്നിടത്താനിലേക്ക് പോയാൽ കാണാൻ പറ്റുകയില്ല. ഇനി വെൺമണിയിൽ തന്നെ ധാരാളം സ്ഥലങ്ങളിലേക്ക് 4-5 റോഡിൽ ഇവിടെ തന്നെ തിരിയുന്നുണ്ട്. ഇതെല്ലാം വലിയൊരു മനോഹാരിതയായി കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ പഞ്ചായത്തിലും ഇതിന് സമാനമാണ്. അതെല്ലാം അവരോടൊപ്പം ഈ 4 നൂറ്റാണ്ട് കാലം നിൽക്കാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തി, അതിൻ്റെ സന്തോഷം പങ്കിടുന്ന ഒരു തെരഞ്ഞെടുപ്പായി. അവിടെ തെരഞ്ഞെടുപ്പ് വീര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളുന്ന പഴയ ഓർമ്മകൾക്കടിയിലൂടെയാണ് അതിൻ്റെ സന്തോഷം കണ്ടെത്തുന്നത്. അത് ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഈ ആശുപത്രികളുടെ കാര്യത്തിൽ ഇടുക്കി ജില്ലയിൽ ഏറെ പരാധീനതകളുണ്ട്. സ്വകാര്യ ആശുപത്രികളും അത്ര വലിയ ആശുപത്രികളൊന്നുമില്ല. പലപ്പോഴും നമുക്ക് മറ്റ് ജില്ലകളിലൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നു. പലപ്പോഴും നമ്മുടെ ഈ ജില്ലാ ആശുപത്രി കൊണ്ടുവന്നു, അല്ല മെഡിക്കൽ കോളേജ്, പക്ഷേ അതിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. ഒരിടത്തും ഒരു ആശുപത്രി വന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കപ്പെടുന്നില്ല. അതിൻ്റെ ഒരു വികസനങ്ങൾ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം. നമ്മളിപ്പോൾ ഇവിടെ കഞ്ഞിക്കുഴി തന്നെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ കഞ്ഞിക്കുഴി ആയതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെയുള്ളൊരു PHC ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ PHC എനിക്ക് തോന്നുന്നൊരു 10 വർഷം 2001, 2014-15 ആയപ്പോഴേക്കും അത് കിടത്തി ചികിത്സയ്ക്ക് ഒതുക്കുന്ന വിധത്തിലുള്ള അതിനെ പ്രാപ്തമാക്കാൻ കഴിയും. കുറേ കാലമൊക്കെ നടന്നു, പിന്നെ അതൊന്ന് മുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഡോക്ടർമാർ വരാനായിട്ടുള്ള ചില ബുദ്ധിമുട്ട്, സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ചില പാടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും ഇവിടെ കിടത്തി ചികിത്സയുള്ള ഒരു ആശുപത്രിയായി ഇവിടുത്തെ PHCയെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. എന്നാൽ മെഡിക്കൽ കോളേജ് നിസ്സാര കാര്യമല്ല. ആ മെഡിക്കൽ കോളേജിലേക്ക് ആൾക്കാർ വരാനും അവിടെ ചികിത്സ തേടാനും ഒക്കെ സൗകര്യം ഉണ്ടായെന്നുള്ളത് നമ്മുടെ ഒരു തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സൗഹൃദ കാത്തിരിപ്പാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊന്നല്ല. ഇടുക്കി ജില്ല രൂപീകരിച്ചതിന് ശേഷം ഒരുപക്ഷെ കണ്ട ഏറ്റവും വലിയൊരു നേട്ടമായിരിക്കും ഈ മെഡിക്കൽ കോളേജ്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ്, ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി പലപ്പോഴും ഒരു 2 മാസത്തിലൊരിക്കൽ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി നമ്മുടെ ഈ ജില്ലകളിലെല്ലാം നമ്മുടെ മണ്ഡലത്തിലുള്ള പേഷ്യൻസിനെ കാണാറുണ്ട്. അത് ഈ മന്ത്രിയായിരിക്കുന്ന സമയത്തും പോകുമായിരുന്നു, അല്ലാത്ത സമയങ്ങളിലും പോകുമായിരുന്നു. അപ്പോൾ അവിടെ ആ ബെഡിൽ ചെന്ന് അവരോട് ക്ഷേമാന്വേഷണം നടത്തുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. ആ നിലയിൽ ഞാൻ കഴിഞ്ഞ 10-25 വർഷക്കാലവും അതുകൊണ്ട് ഈ നിയോജകമണ്ഡലത്തിൽപ്പെട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം അത് വലിയ സന്തോഷം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് വരും, അവരുടെ ക്ഷേമം ഒന്ന് അന്വേഷിക്കും, അവർക്കൊരു സന്തോഷമാണ്. എനിക്കൊരു മനസ്സിന് സന്തോഷമാണ്. ചെല്ലുമ്പോൾ നമുക്കൊരു സംതൃപ്തിയുണ്ട്. അപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ പ്രായം നോക്കിയാൽ 10-14 വർഷത്തെ പ്രായമുള്ളൂ. കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ 60-60 വർഷം കഴിഞ്ഞു, 70-80 വർഷം കഴിഞ്ഞ മെഡിക്കൽ കോളേജുകളും കൂടി ഉണ്ട്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് തുടങ്ങിയത് ഷീറ്റ് ഇട്ട് കെട്ടിടത്തിലാണ്. അതിന്നും അവിടെ എക്സിബിഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അവിടെ കാണാൻ നോക്കി കഴിയും. നമ്മൾ തുടങ്ങിയ കാലം മുതൽ നല്ല ബിൽഡിങ്ങുകൾ. പിന്നെ ഇടുക്കിയല്ലേ, ഒരു മലയോരത്തിലും മെഡിക്കൽ കോളേജിൽ ഇത്രയും കെട്ടിടങ്ങൾ, എന്തുമാത്രം കെട്ടിടങ്ങളൊക്കെ ഉണ്ടായി.
അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഉണ്ടാവണം, ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവണം, ഡോക്ടർമാരുണ്ടാവണം, നഴ്സസ് ഉണ്ടാവണം, സബോർഡിനേറ്റ് സ്റ്റാഫ്സ് ഉണ്ടാവണം. ഇതെല്ലാം നമ്മൾ പാകപ്പെടുത്തി കൊണ്ടുപോയില്ലേ. അപ്പം 70 വർഷം 60 വർഷം പഴക്കമുള്ളൊരു സ്ഥാപനത്തിനൊപ്പം അപ്പം നമ്മുടെ ശൈശവദേശം എന്നൊരു സ്ഥാപനത്തെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. എങ്കിലും പരീക്ഷയ്ക്ക് എഴുതിയ കുട്ടികളുടെ റിസൾട്ട് വന്നപ്പം കോട്ടയത്തും കോഴിക്കോടും എഴുതിയ കുട്ടികൾക്കൊപ്പവും അപ്പുറം ജയിച്ച സ്ഥിതി കാണുന്നു. അപ്പോൾ ഇവിടെ അസൗകര്യങ്ങളുണ്ടെങ്കിലും അതിനെ നല്ല നിലയിൽ പരിഗണിച്ച് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ സഹായവും കൊടുത്തിട്ട് സ്ഥാപനം നിലനിർത്തുക. ഇത് നമുക്ക് വരുന്ന ഒരു വർഷം കഴിയുമ്പം 100 കുട്ടികളെ ഡോക്ടർമാരായിട്ട് മലയാളത്തിറക്കും. ഹൗസ് സർജൻസി മനോഹരമായൊരു കാഴ്ചയായിരിക്കും. ഡെവലപ്മെൻറ്റ്സിന് ഇപ്പോൾ ഇൻറ്റേർണൽ റോഡിന് വേണ്ടി 17 കോടി രൂപ കൊടുത്തിരിക്കുക, മെഡിക്കലിനകത്തെ റോഡുകൾക്ക് വേണ്ടി മാത്രം. ഇപ്പം ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുന്ന ഒരാൾക്ക് ഇനി റോഡിൽ ഇറങ്ങണ്ട, ഇവിടെ മെഡിക്കൽ കോളേജിൽ പോകാൻ അതിനകത്തുനിന്ന് തന്നെ ഒരു ബൈപ്പാസ് കൊടുത്തിരിക്കുക 5 കോടി രൂപ. ബസ് സ്റ്റാൻഡിൽ വന്നാൽ നേരെ നടന്നു പോയാൽ ഉള്ളിലേക്ക് ഒരു അപ്പോൾ ഭാവിയിലേക്കുള്ള എല്ലാ കരുതലോടും കൂടിയിട്ടുള്ള ആധുനികവൽക്കരണത്തിൻ്റെ പാതയിലാണ് ആ മെഡിക്കൽ കോളേജും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ നിലയിലൊക്കെ നമുക്ക് ആശുപത്രി സൗകര്യങ്ങളൊക്കെ കുറേ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. ഇപ്പോൾ കാത്ത് ലാബ് ആരംഭിക്കുന്നു. കാർഡിയോളജി വിഭാഗത്തിന് ഇനിയിപ്പോൾ വേറെ പുറത്ത് പോകേണ്ട കാര്യമില്ല. നമുക്ക് കഴിയുന്ന ചികിത്സ കൊടുക്കാനായിട്ട് കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടുള്ള മുന്നേറ്റത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് ആരോഗ്യ രംഗത്തും കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മാത്രമല്ല ഈ മെഡിക്കൽ കോളേജിലേക്കൊക്കെ നമ്മുടെ ഈ നിയമസഭാ മണ്ഡലം വെച്ച് നോക്കിയാൽ ജില്ലയ്ക്ക് പൊതുവെ ഗുണകരമാണ് എങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് 40-45 മിനിറ്റ് കൊണ്ട് എൻ്റെ നിയമത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും ഈ മെഡിക്കൽ കോളേജിലേക്ക് വരാം. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. 1 മണിക്കൂറിന് മുമ്പായി അരമണിക്കൂറിന് മുമ്പായി മെഡിക്കൽ കോളേജിലേക്ക് ഓടിയെത്താൻ കഴിയുന്ന രീതിയിലേക്ക് റോഡുകൾ മെച്ചപ്പെട്ടു. അതുകൊണ്ട് റോഡ് മാർഗം പോകാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ആ നിലയിലുള്ള മാറ്റങ്ങൾ ആരോഗ്യരംഗത്തും വരുത്താനായിട്ട് നമുക്ക് സാധിച്ചു. അത് വലിയൊരു സ്വീകാര്യത തന്നെയാണ്. ജനങ്ങൾക്ക് വലിയ അക്സെപ്റ്റൻസ് ഉണ്ട്. അതിനോടനുബന്ധമായി നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു. ഇപ്പോൾ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയാൽ ഇടുക്കി തന്നെ പഠിക്കാം BSc നഴ്സിംഗ്. ഇപ്പോൾ മുരിക്കാശ്ശേരിയിൽ ഒരു നഴ്സിംഗ് കോളേജിന് പെർമിഷൻ കൊടുത്ത് അവിടെ ആരംഭിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഇപ്പം വീണ്ടും ഈ സഹകരണ മെഡിക്കൽ കോളേജിന് സഹകരണ നഴ്സിംഗ് കോളേജ് തുടങ്ങുന്നതിനുള്ള പെർമിഷൻ BSc ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ തന്നെ എത്ര കുട്ടികൾക്ക് BSc നഴ്സിംഗ് പഠിക്കാനുള്ള അവസരങ്ങളുണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഡോക്ടർമാരാകാൻ പഠിക്കാം, BSc നഴ്സിങ്ങിന് പഠിക്കാം. അപ്പോൾ ആരോഗ്യ രംഗത്തെ ചികിത്സയ്ക്കൊപ്പം ഈ മേഖലയിൽ പഠനത്തിനും കൂടെ സാധ്യമാകുന്ന നിലയിൽ വളർത്തിയെടുക്കാൻ കഴിയുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങൊരു തികഞ്ഞ ഈശ്വരവിശ്വാസിയാണ്. എല്ലാ വർഷവും വീട്ടിൽ നിന്ന് സുഹൃത്തുക്കളൊക്കെ ഒത്ത് നടന്ന് മലയാറ്റൂർ കയറുന്ന ഒരു വിശ്വാസിയാണ്. അതിൽ അഭിമാനം കൊള്ളുന്നു. പക്ഷേ ഈ ക്രൈസ്തവ സമൂഹം, ഇപ്പം കേരള കോൺഗ്രസ് മതേതര പാർട്ടിയാണ് എങ്കിൽ പോലും കേരള കോൺഗ്രസ് പ്രദാനം ചെയ്യുന്നൊരു വലിയ വിഭാഗവും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഈ ക്രൈസ്തവ വിഭാഗത്തിന് വേണ്ടി കേരള കോൺഗ്രസ് രീതിയിലുള്ള ഇടപെടലുകളാണ് ഈ പറഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ളത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വിശ്വാസിയാണെന്ന് പറയാൻ കഴിയുന്നതാണ്. നമുക്കിവിടെ ഒരു മതേതര കാഴ്ചപ്പാടുകൾക്ക് ഇടിവുണ്ടാകാതിരിക്കണമെങ്കിൽ അവരവരുടെ വിശ്വാസം അവരവർ സൂക്ഷിക്കണം. ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റ് മതങ്ങളോട് വൈരുദ്ധ്യമുണ്ടെന്നല്ല. നമ്മളെ യേശുക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്ന മാർഗം അതാണ്. പരസ്പരം സ്നേഹിക്കുകയും സഹവർത്തിത്വത്തിൽ ജീവിക്കാനും നമുക്ക് അവസരം ഉണ്ടാക്കി തരുന്നതാണ് നമ്മുടെ സഭാവിശ്വാസത്തിൻ്റെ മൂലബന്ധം. അതുകൊണ്ട് തന്നെ എനിക്കതിൽ വലിയ സന്തോഷമുണ്ട്. ഞാനത് ഏറ്റു പറയാറുണ്ട്. ഇപ്പം മലയാറ്റൂർ സൂചിപ്പിച്ചത് നന്നായി. ഞാൻ 15-16 വയസ്സ് പ്രായമുള്ളപ്പം 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് തുടങ്ങിയത്. ഈ വർഷം ഞാൻ മലയാറ്റൂരിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് നടക്കുമ്പോൾ 40 വർഷമായി. തുടർച്ചയായ 40ാം വർഷമാണ് മലയാറ്റൂർ മുത്തപ്പൻ്റെ അടുത്തോട്ട് മല ചവിട്ടുന്നത്. അപ്പോൾ എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഞാൻ കൂത്താട്ടുകുളത്ത് വന്ന് രാത്രി ബസ്സിൽ കയറി ഞാൻ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ കൊട്ടാരക്കര കഴിഞ്ഞ് ഒരു മണിക്കൂർ അടുത്ത സമയം ആയി കാണും. വെഞ്ഞാറമൂടിന് ഇപ്പറേ വെച്ച് എൻ്റെ വണ്ടി വേറൊരു വണ്ടിയായിട്ട് ഇരിക്കുന്നു, ബസ്. ഞാൻ ആ വണ്ടിയിൽ നിന്ന് തെറിച്ച് റോഡിൽ പോകണം. രാത്രി 2:30 മണി സമയം. ധാരാളം ആൾക്കാർ കൂടി. എൻ്റെ ഈ പോക്കറ്റിൽ പോയി പേഴ്സ് ഉൾപ്പെടെ എനിക്ക് തിരിച്ചു കിട്ടി. ഒന്നും നഷ്ടപ്പെട്ടില്ല. ഞാൻ ചാടി നോക്കി, എനിക്കൊന്നും സംഭവിച്ചില്ല. പക്ഷേ ധാരാളം ആൾക്കാർ നിലവിളിയും ബഹളവും. ഞാൻ നിൽക്കുമ്പം ഈ ഡോറ് പൊളിച്ച ഡ്രൈവറെ പുറത്തിറക്കുന്നത്. ധാരാളം ആംബുലൻസുകൾ അരമണിക്കൂറിനോട് വന്നു. ഇവരെല്ലാം മെഡിക്കൽ കോളേജ് പോലും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഞാൻ തന്നെ നേതൃത്വം കൊടുത്തു. ഞാനവിടെ പോയി ഇവരെല്ലാം നേതൃത്വം കൊടുത്ത് ഇവരെല്ലാം വിവിധ തരങ്ങളിലുള്ള പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം പിന്നെ പറഞ്ഞയക്കുന്നു. കോളറിന് വേണ്ടി വന്ന 10-12 പേരുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൻ്റെ വിശ്വാസം എന്താ, ഞാൻ ഈ തെറിച്ച് റോഡിൽ പോയ ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ ആ വണ്ടിയിൽ നിന്ന്. എനിക്ക് അന്ന് എനിക്ക് 11ാം പക്കം മലയാറ്റൂർ നടക്കേണ്ട ഒരാളായിരുന്നു, കയറേണ്ട ആളായിരുന്നു. 11 ദിവസം കഴിഞ്ഞ് മലയാറ്റൂരിലേക്ക് പോകണം. ഞാൻ ചാടി നോക്കിയത്. അപ്പോൾ എന്നെ എത്ര കാര്യമായിട്ടാണ് ദൈവം എന്നെ പരീക്ഷിക്കുന്നത്. എൻ്റെ വിശ്വാസം എന്നെ സംരക്ഷിച്ചെന്ന് പറയാൻ മടിക്കേണ്ടതില്ല. ഞാനത് ഏറ്റു പറയാറുണ്ട്.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിതുപോലെ തന്നെ ഈസ്റ്റർ കഴിഞ്ഞ ഉടനെ തെരഞ്ഞെടുപ്പായിരുന്നു. ഞാൻ എൻ്റെ കാലിൽ നീരുണ്ടായിരുന്നെന്ന് ഈ പര്യടനമെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രവർത്തകരും സഹപ്രവർത്തകരൊക്കെ ചോദിച്ചു, ഈ വർഷം മലയാറ്റത്തിലേക്കുള്ള പോക്ക് ദുഷ്കരമല്ലേ? അല്ല, പോകണം. ഞാൻ അടിവാരത്ത് ചെന്നപ്പോൾ ഞാൻ നേരം വെളുത്തു, ക്ഷീണം കാരണം. ഇനി മല കയറണോ? ഞാൻ പറഞ്ഞു കയറണം. കയറി ഇറങ്ങി. അപ്പോൾ എൻ്റെ കാലയിൽ ഇങ്ങനെ കുത്തിയാൽ ഇങ്ങനെ നീര് കാരണം പോകുമായിരുന്നു. എൻ്റെ കൂടെയുള്ള പ്രവർത്തകരെല്ലാം സാക്ഷിയല്ലേ, ഞങ്ങളിങ്ങനെ നടക്കുകയല്ലേ. ഞാൻ തിരിച്ച് തൊടുപുഴ വന്ന് റെസ്റ്റ് ഹൗസിലൊന്ന് കുളിച്ച് മൂലമറ്റത്തേക്ക് പോവുക അടുത്ത പ്രോഗ്രാം പങ്കെടുക്കാൻ. ശനിയാഴ്ച രാവിലെ 11 മണിയായി. ഞാൻ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ കാലം അല്പം പോലും നീരില്ല. ദൈവത്തിൻ്റെ അത് തീർച്ചയായിട്ടും അത് പൂർണ്ണ വിശ്വാസമാണ്. അപ്പം അത്തരത്തിലുള്ള വിശ്വാസ തീക്ഷ്ണതകളെ മുറുകെ പിടിക്കാൻ എനിക്കെന്നും അഭിമാനമായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ ക്രൈസ്തവ വിശ്വാസികൾക്കെന്നും മറ്റിതര വിശ്വാസികൾക്കോ എന്ന് വ്യത്യസ്തമല്ലാതെ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു വരുന്ന ഒരു സാഹചര്യമാണല്ലോ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ അല്ലെ നമ്മുടെ പാരിസ്ഥിതികമായിട്ട് നമ്മളൊരു സമീപനം. ഇപ്പം ക്രിസ്തീയ വിശ്വാസികളെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, സന്യസ്തരായ ആൾക്കാർക്ക് റേഷൻ കാർഡ് വേണമെന്നുള്ളൊരു ആവശ്യം ഏറെ കാലഘട്ടമുണ്ടായിരുന്നതാണ്. നിയമസഭയിൽ എൻ്റെ പ്രസംഗമുണ്ട് അതിനകത്ത്. അത് പിന്നെ വെബ്സൈറ്റിൽ കിട്ടും. ഞാൻ അസംബ്ലിയിൽ ഈ വിഷയം പ്രശ്നിക്കുന്നില്ലെങ്കിൽ ഞാൻ ഓർക്കുന്നുണ്ട്. അത് പ്രാബല്യത്തിൽ ചെന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇപ്പോൾ ജെ വി കോശി കമ്മീഷൻ മുമ്പാകെ ധാരാളം വിഷയങ്ങൾ, ജെ വി കോശി കമ്മീഷൻ ഇത്തരം കാര്യങ്ങൾ പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മിറ്റിയാണല്ലോ. അത് വന്നപ്പോഴും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ ചെയ്തപ്പോഴും വിവിധങ്ങളായ ആവശ്യങ്ങൾ നേതാക്കളുടെ പിതാക്കന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അവരെ ചർച്ച ചെയ്യപ്പെടാനും ഒക്കെ ഗവൺമെൻറ് കാണിച്ച ആ നല്ല കാര്യത്തെ ഞാനിപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ സന്യസ്തർക്കാണ് ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ 60 വയസ്സിന് മറ്റു വരുമാന മാർഗ്ഗങ്ങളൊന്നും ഇല്ല. എന്നാൽ 1000 രൂപ കാര്യം ഒരു സമൂഹത്തിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും സ്വന്തമായിട്ട് എന്നോട് തന്നെ പല സിസ്റ്റേഴ്സും പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. അവർക്കൊരു ചെറിയ കാര്യത്തിന് അവർക്ക് സഹായമാകാൻ കഴിയുന്നൊരു കാര്യമാണ്. അത് ഒരു ആവശ്യമാണ്. കാര്യം ആർക്കാണെങ്കിലും ഒരു ആവശ്യം വരും. പരസഹായം കൂടാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുവാണെങ്കിൽ മറ്റൊരാളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. വലിയ കാര്യങ്ങളൊന്നുമല്ല, അവർക്കാണെങ്കിലും അത് കൊടുക്കാൻ കഴിയും എന്നുള്ളതൊക്കെ ഞാൻ വളരെ നല്ല കാര്യമായിട്ടാണ് എൻ്റെ മനസ്സിൽ ഓർക്കുന്നത്. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ സഭയുടെ കാര്യങ്ങളിലാണെങ്കിലും ഈ ഗവൺമെൻറ് പങ്കാളിത്തം വഹിക്കുമ്പോൾ കുറച്ചും കൂടി ഉത്തരവാദിത്വപൂർവ്വമായിട്ട് തന്നെ നോക്കാനും ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരാനും അക്കാര്യങ്ങളിൽ കുറേ കൂടി സമയം കണ്ടെത്തി ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ സമയം. കോൺവെന്റുകൾക്ക് റേഷൻ കാർഡ് കൂടെ അനുവദിച്ചിട്ടുണ്ടല്ലേ? എന്തോ കോൺവെന്റുകൾക്ക് റേഷൻ കാർഡ് അനുവദിച്ചു. അതാ സന്യസ്തർ, അതാ ഞാൻ പറഞ്ഞത്, റേഷൻ കാർഡ് സിസ്റ്റേഴ്സിന് പെൻഷനുമായി റേഷൻ കാർഡുമായി. അപ്പോൾ ഇതൊക്കെ നമുക്ക് പല വിധത്തിലുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു മാനുഷികമായ പരിഗണന, എല്ലാവർക്കും തുല്യ നീതി ലഭിക്കണം. ഒരു സൊസൈറ്റിയുടെ ഭാഗമാണെന്നുള്ളത് നിഷേധിക്കപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ ആ നിലയിൽ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാൻ നമുക്ക് ശ്രദ്ധിച്ചു എന്നൊക്കെ ഉള്ളത് വലിയൊരു നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ ഇടുക്കി ഏറ്റവും കൂടുതൽ നൊന്ത ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ പ്രളയ കാലഘട്ടം. മനുഷ്യൻ മുഴുവൻ ഭയാശങ്കയിലായി, മുന്നോട്ടുള്ള ജീവിതം വലിയ പ്രതിസന്ധിയിലായി. അങ്ങൊരു ജനപ്രതി എന്ന നിലയിൽ ഏറെ ദുഃഖങ്ങൾ കണ്ട, ഇരുണ്ട രാത്രികൾ കണ്ട രാവുകളായിരുന്നു. ആ സമയങ്ങളും അതിനുള്ള ഒരു അതിജീവനും അങ്ങയുടെ നേതൃത്വം. പ്രളയ കാലഘട്ടം നമ്മുടെ മനസ്സിലേക്ക് തിരിച്ചോർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ചെറുതോണിയിൽ നിൽക്കുമ്പോൾ കണ്ടൊരു രംഗമെന്ന് പറയുന്നത്, ഇനിയൊരു തിരിച്ചുപോക്കുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതായത് ഇടുക്കി ഡാമിൻ്റെ കപ്പാസിറ്റി 2401 അടിയാണ്. 2401 കഴിഞ്ഞു. മുല്ലപ്പെരിയാറിലെ എല്ലാ ഷട്ടറുകളും തുറന്നു. അപ്പോൾ നീരുറവ എന്ന് പറയുന്നത് ഇൻഫ്ലോ തുറന്നു വിടുന്ന ഔട്ട്ഫ്ലോയൊക്കെ കൂടുതലായിട്ട് വരിക. അപ്പോൾ ഒരു 12 മണിക്കൂറും കൂടെ മഴ നിന്നാൽ ഇടുക്കി ഡാമിൻ്റെ സ്ഥിതി എന്താകുമെന്നുള്ള ആശങ്ക നമ്മളെ ഭയങ്കരമായി ദുഃഖത്തിലാഴ്ത്തി. ഒരു 80% ആൾക്കാർ ക്യാമ്പുകളിൽ അധിവസിക്കുകയാണ്. അവർക്ക് വീടുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഞങ്ങളെല്ലാ പാർട്ടിക്കാരും, അതിനകത്തൊന്നും രാഷ്ട്രീയ വിഭാഗീയതൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെല്ലാം സാന്ത്വനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഭീകരമായൊരു അന്തരീക്ഷമായിരുന്നു. ഞാൻ സത്യത്തിൽ തളർന്നു. ഞാൻ അവസാനം ഒരു ഷാളിട്ട് ആ സ്റ്റോണേജിൻ്റെ ഇതിനെ പോയി ഒരു 6 മണിക്കൂർ ഇങ്ങനെ ഇരുന്നു. പത്രപ്രവർത്തകർ എൻ്റെ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിടണം. കാര്യം അവർക്ക് റിപ്പോർട്ടിങ് പറ്റുന്നില്ല. ഇവിടുന്ന് ഒരു മൊബൈൽ ഫോൺ പോലും ചലിക്കുന്നില്ല, വൈദ്യുതിയില്ല, പത്രം വരാൻ മാർഗമില്ല. അപ്പോൾ ഞങ്ങൾ നിന്നിട്ട് കാര്യമില്ലല്ലോ. അന്നത്തെ DSPയെ ചുമതലപ്പെടുത്തി ഞാനിവിടുന്ന് ഓർക്കുന്നു കട്ടപ്പന കമ്പം തേഞ്ഞ് വഴിയാണ് ഇവരെ തിരുവനന്തപുരത്തേക്ക് അയക്കുന്നത്. അപ്പോൾ ആ ഒരു വലിയൊരു കാലഘട്ടം ഓർത്തെടുക്കാൻ വലിയ പാഠമുണ്ട്. 10-45 പേര് എൻ്റെ കൺമുമ്പിൽ തന്നെ മരിച്ചു വീണുണ്ട്. ഉരുളുപൊട്ടിയും മണ്ണിടിഞ്ഞ് വീടും തലച്ചുമ്പടായിട്ട് ഈ ബോഡി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഒരു നമ്മുടെ ഓർമ്മകളിൽ നമുക്ക് വീട്ടിലുള്ള ആൾക്കാരെ പോലും ഫോൺ വിളിക്കാൻ പറ്റിയാലല്ലോ. ദിവസങ്ങളോളം ഇവരോടൊപ്പം നിന്നും എന്തും സംഭവിക്കട്ടെ, പിറന്ന മണ്ണിൽ എന്നതുപോലെ തന്നെ ആ ദുഃഖത്തിൽ തങ്കിയാൽ നിന്നൊരു ഘട്ടം അത് ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അതിൻ്റെയൊക്കെ അനുഭവത്തിലൂടെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പാറത്തോട്ടൊരു ക്യാമ്പിലേക്ക് ഞാൻ വരുമ്പോൾ
ഞാൻ ഓർക്കുന്നു ആ ക്യാമ്പിൽ നിന്ന് തിരിച്ച് മടങ്ങി വരുന്നു 1-2 പേര് പായും തുറത്തി രാത്രിയിൽ നടന്നു പോകും. ഞാൻ ചെങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ക്യാമ്പിലേക്ക് കിടക്കാൻ പോകുക. എന്താ കാര്യം? ഞങ്ങൾ നല്ല വീടാണല്ലോ, 2 നില വീട്, ഒരു കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ പേടിച്ചു പോയി. ഞങ്ങൾക്ക് ഒരുമിച്ച് പോയി കിടക്കണം. അപ്പം നല്ല വീട് വേണ്ട, നല്ല ഭക്ഷണം വേണ്ട, ഒരുമിച്ച് കിടക്കണം, പേടി മാറണം, ഒരുമിച്ച് സഹവസിക്കണം, ഒരേ ആഹാരം കഴിക്കണം. അങ്ങനെയൊക്കെ നമ്മുടെ നാട് പാകപ്പെട്ടു പോകുന്നൊരു വലിയ ചിന്തകളിലേക്ക് നമ്മളെ നയിച്ചിട്ടുണ്ട്. അതെല്ലാം മാറി ചുരുങ്ങിയ കാലം കൊണ്ട് നഷ്ടപ്പെട്ട റോഡുകളും തകർന്നു പോയ വീടുകളും എല്ലാം നമുക്ക് കൊടുക്കാൻ കഴിയും. ആ ജീവിതത്തോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞ 2 തലവും കണ്ടവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ആ 2 തലത്ത് തന്നെ കണ്ടവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ. അതുകൊണ്ട് എനിക്ക് അവരുടെ ഞാൻ ആംബുലൻസിലേക്ക് രോഗി എടുത്തുകൊണ്ട് ഓടുന്നൊരു പടം വന്ന് പത്രത്തിൽ വന്ന് ഓർക്കുന്നുണ്ട്. അതൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത രംഗങ്ങളാണ്. അതൊന്നും ഓർത്തിരപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. നാളുകളിൽ സംഭവിക്കാതിരിക്കട്ടെ. ഒരു തലമുറ കണ്ട വേദനകളുടെയും ദുഃഖത്തിൻ്റെയും പരിണത ഫലമാണ് 18-ലെയും 19-ലെ പ്രളയം, പിന്നീട് കണ്ട കോവിഡ്. ഇതിനെല്ലാം നമ്മൾ അതിജീവിച്ചു. അതിനോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞു. ആ സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതിന് ഒരു ആത്മാവേശം നൽകുന്നുണ്ട്. ഇടുക്കിയിൽ രാഷ്ട്രീയം പറയുമ്പോൾ ഇന്നുവരെ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ ചിഹ്നം കിട്ടി, ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് അങ്ങേക്കെതിരെ മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൈപ്പത്തി ചിഹ്നത്തിൽ അത് അദ്ദേഹത്തെ താങ്കളെ ഭയപ്പെടുത്തുന്നുണ്ടോ? ഇല്ലെന്നേ, അങ്ങനെ ചിഹ്നത്തെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ മാനുഷികമായിട്ടുള്ള പരിഗണനകളും നമ്മളുമായി ഇടപെടുന്ന ആൾക്കാരുടെ ചിന്തകളും ഒക്കെയല്ലേ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത്. 2.5 ചിഹ്നത്തിലല്ലേ ഞാൻ മത്സരിച്ചത്. ഇവിടുത്തെ ജനങ്ങൾ ഈ കഴിഞ്ഞ കാലമെല്ലാം ഈ 2.5 ചിഹ്നത്തിലല്ലേ വോട്ട് ചെയ്തത്. എത്ര കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ. അപ്പോൾ നമുക്കൊക്കെ ഒരു ഐഡൻറ്റിറ്റി ആണല്ലോ ചിഹ്നം. അതിനൊരിക്കലും നമ്മൾ കുറച്ച് കാണുന്നില്ല. പാർട്ടികളോട് ഒരിക്കലും നമ്മൾ ബുദ്ധിമുട്ടായി കാണുന്നില്ല. അത് ചിഹ്നം എന്നതിനേക്കാൾ ഉപരിയായി ഹൃദയവികാരമാണ്. ആ ഹൃദയവികാരത്തിൽ ഒട്ടും മോശമല്ല 2.5 ചിഹ്നം. എൻ്റെ നേതാവ് മാണിസാർ കേരളത്തിൽ മത്സരിച്ച് വിജയിച്ച് ഈ നാടിന് ധാരാളം സേവനങ്ങൾ ചെയ്യുന്നതിലെ പ്രത്യക്ഷ ഉദാഹരണമാണ്. ഭൂപ്രശ്നങ്ങളുടെ കാര്യത്തിലാണെങ്കിലും പട്ടയം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഈ വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ചെയ്യുന്ന 2.5. ഞാനതുകൊണ്ട് അഭിമാനത്തോടെയാണ് 2.5 കാണുന്നത്. ആ 2.5 തളരാതെ തളരിട്ട് നിൽക്കാൻ സഹായിക്കുന്ന ഇടുക്കിയുടെ മക്കൾ എന്നെ കൈവിടില്ലെന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്.